കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അന്തർധാരയാണ് ഈ കോലീബി സഖ്യം. അതുപോലെ ഇപ്പോൾ ഒരു കോസിബി സഖ്യം തിരുവനന്തപുരത്ത് രൂപപ്പെട്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. കോൺഗ്രസ്, CPM, BJP. അപ്പോൾ ഈ മൗനത്തിൽ ഒരുപാട് കഥ പറയാനുണ്ട്. ആ മൗനത്തിൻ്റെ കഥ രമേശ് ചെന്നിത്തലയെയും KM ഷാജിയെയും ഇനി വരുന്ന കാലങ്ങളിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് വേണമെങ്കിൽ വേട്ടയാടുകയും ചെയ്യാം. ഈ സംഭവം കഴിഞ്ഞിറങ്ങുമ്പോൾ ആദ്യം തന്നെ CPM കോൺഗ്രസിനെ ആക്രമിച്ചേനെ. നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം ഒരു കത്ത് നൽകി ശബരിനാഥ് രാജിവെക്കണം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല രാജിവെക്കണം, അല്ലെങ്കിൽ KM ഷാജി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CPM മുന്നോട്ട് വന്നേനെ. എന്തുകൊണ്ടുണ്ടായില്ല? CPMൻ്റെ പാർലമെൻ്ററി, അതായത് കോർപ്പറേഷൻ്റെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയും മുൻ മേയറുമായ ശ്രീകുമാർ പോലും പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമുയർത്തുന്ന ഒരു കാര്യമാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേടിയത് അത്യുജ്വല വിജയമാണ്. കേരളത്തിൽ ആദ്യമായാണ് ഒരു കോർപ്പറേഷൻ ഭരണം BJP പിടിക്കുന്നത്. അവിടെ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ വളരെ മികച്ച ഭരണം കാഴ്ചവെച്ച് അവർ മുന്നോട്ട് പോവുകയുമാണ്. ഇതിനിടയിലാണ് കൗൺസിലർ സുഗതൻ്റെ വിഷയം വരുന്നത്. സുഗതൻ്റെ അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ പ്രതിപക്ഷ നീക്കത്തെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയുമാണ് ഇപ്പോൾ VV രാജേഷും കൂട്ടരും. അതിന് സ്വതന്ത്ര കൗൺസിലറുടെ പിന്തുണയും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. സ്വതന്ത്ര കൗൺസിലർ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് വിജയിച്ച കൗൺസിലറാണ്. ഈ ഒരു സാഹചര്യത്തിൽ VV രാജേഷിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് ചർച്ചയാകുന്നത്. കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു തലമുതിർന്ന നേതാവിൻ്റെ വൈദഗ്ധ്യത്തോടുകൂടി പ്രതിപക്ഷത്തെ നേരിടുവാൻ സാധിക്കുന്ന നീക്കങ്ങൾ നടത്താൻ പോകുന്നൊരു നേതാവായി VV രാജേഷ് മാറിയിരിക്കുകയാണോ? തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ BJPക്ക് ഇനിയും ഏറെ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുമോ കേരളത്തിൽ? പരിശോധിക്കുകയാണ് നമ്മളിന്നിവിടെ. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ തന്നെ സംസാരിക്കാൻ തുടങ്ങിയൊരു കാര്യമുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP ഭരണസമിതിയെ അട്ടിമറിക്കില്ല രണ്ട് കൂട്ടരും. അതിനുശേഷം രണ്ടുപേരും കൈകോർത്തുകൊണ്ട് ഒരു ശ്രമം നടത്തിയേക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ സുഗതൻ്റെ വിഷയം കൂടിയൊക്കെ വന്നതോടുകൂടി നമ്മളെല്ലാവരും പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു വിഷയമൊക്കെ തന്നെ വന്നപ്പോൾ ഈ രണ്ടുപേരും കൂടി ഒരു അന്തർധാരയിൽ എത്തി ഭരണത്തെ മറിച്ചിടുമോ എന്നൊക്കെ തോന്നി. പക്ഷേ അതിനെയൊക്കെ വളരെ നിഷ്പ്രയാസം അതിജീവിച്ച പോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പുറത്തു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്ത് തന്ത്രമായിരിക്കും പയറ്റിയത്? അത് പണ്ട് VD സതീശനെയാണ് നമ്മൾ വിസ്മയങ്ങളുടെ രാജകുമാരൻ എന്ന് വിളിച്ചത്. അതെ, ഇപ്പോൾ VV രാജേഷും വിസ്മയങ്ങളുടെ രാജകുമാരനായിരിക്കുകയാണ്. VV രാജേഷിൻ്റെ വിസ്മയം. VV വിസ്മയങ്ങളിങ്ങനെ പലതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ ഇടപിടിക്കുന്ന ഒരു വിസ്മയമായി തന്നെ തീരാൻ സാധ്യതയുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ അന്തർധാര പറഞ്ഞില്ലേ, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അന്തർധാരയാണ് ഈ കോലീബി സഖ്യം. അതുപോലെ ഇപ്പോൾ ഒരു കോസിബി സഖ്യം തിരുവനന്തപുരത്ത് രൂപപ്പെട്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. കോൺഗ്രസ്, CPM, BJP. ഓഹോ, ആ ഒരു കോസിബി സഖ്യം ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ട വിധത്തിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നേരിട്ട് ആക്രമിക്കുന്ന ശൈലിയും അടിയിൽ കൂടെ കൈ കൊടുക്കുന്ന ശൈലിയും ഉണ്ടായിട്ടുണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെ സംശയം തോന്നാനുള്ള കാരണങ്ങൾ ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ തവണ സുഗതൻ ഹാജരായില്ലെങ്കിൽ സുഗതനെ കോർപ്പറേഷൻ്റെ ലീവ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ ബാക്കിയുള്ളത്. ആ ലീവ് സാങ്ഷൻ ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ സുഗതൻ കൂടി ഇല്ലെങ്കിൽ 50-50 എന്നുള്ള രീതിയിൽ വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇനിയിപ്പോൾ പൗണ്ട് കടവിലെ കൗൺസിലർ കൂടെ കൂടിയാലും അങ്ങനെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ആ സാഹചര്യം പോലും മറികടന്നുകൊണ്ട് CPMൻ്റെ പാർലമെൻ്ററി, അതായത് കോർപ്പറേഷൻ്റെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയും മുൻ മേയറുമായ ശ്രീകുമാർ പോലും പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമുയർത്തുന്ന ഒരു കാര്യമാണ്. പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ കാരണങ്ങൾ ന്യായീകരിക്കാവുന്നതാണോ എന്ന് CPMനോട് പലരും ഇപ്പോൾ ചോദിക്കുകയാണ്. ഓക്കെ, അതിനേക്കാൾ ഉപരിയായിട്ട് VV രാജേഷ് കൗൺസിലിൽ വായിച്ച ഒരു കത്തല്ല, ഒരു സർക്കുലറാണ്. സുഗതന് ലീവ് അപേക്ഷ കൊടുക്കാം, ആ അപേക്ഷ ഭൂരിപക്ഷ പ്രകാരം ഇവിടുത്തെ കോർപ്പറേഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ
അതോടുകൂടി താങ്കളുടെ ഈ നിയമപ്രശ്നം അവസാനിക്കുകയും അയോഗ്യനല്ലാതായി തീരുകയും ചെയ്യുമെന്നുള്ളത് ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കുലർ പോലീസ് അല്ലെങ്കിൽ ജയിൽ അധികൃതർ മുഖേന സുഗതന് കിട്ടിയത് കോർപ്പറേഷനും കിട്ടിയിരിക്കും. അതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെയാണ് കോസിബി സഖ്യത്തിൻ്റെ സാധ്യതകൾ നാം ആരായേണ്ടി വരുന്നത്. അല്ല, ആ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു തദ്ദേശ വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറിയും ആഭ്യന്തര വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറിയും ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട് സഹായം ചെയ്തോ എന്ന് അന്വേഷിക്കുമൊക്കെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതെ, അന്വേഷിക്കാൻ അതിനകത്ത് അത് വേറൊരു പുകമറയാണ്. ഒരു അണ്ടർ സെക്രട്ടറിക്ക് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാം, പക്ഷേ ആ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിൽ മുകളിലൊരു ഉദ്യോഗസ്ഥൻ കണ്ടിരിക്കും. മിക്കവാറും സെക്രട്ടറി ലെവലിലെങ്കിലും കാണാതെ അത്തരത്തിലൊരു ഓർഡർ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. പിന്നെ സെക്രട്ടറിയും മിനിസ്റ്ററും കണ്ടു, അവർ രണ്ടുപേരും നോ പറഞ്ഞു, എന്നിട്ടും ഇഷ്യൂ ചെയ്തെന്നാണ് പറയുന്നതെങ്കിൽ അണ്ടർ സെക്രട്ടറി ചിത്ര എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരിയല്ല. ചിത്രയുടെ ഓർഡർ ചരിത്രമാകാൻ പോവുകയാണ്. അല്ല, ഇത്രയും പൊളിറ്റിക്കലി ഇത്രയും ഒരു നമ്മൾ പറയുമ്പോൾ നിർണായകം എന്നുള്ള വാക്ക് ഏറ്റവും ആപ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പൊളിറ്റിക്കലി രാഷ്ട്രീയമായി ഏറെ നിർണായകമായ ഒരു ദിവസമായിരുന്നു ആ കൗൺസിൽ യോഗം നടത്തുന്ന ദിവസം. തീർച്ചയായിട്ടും അവിടെ സുഗതന് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യത്തെ വിഷയം. അതിനുശേഷം ലീവ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അപ്പോൾ ഇത്തരത്തിൽ സുഗതന് അനുകൂലമായിട്ടുള്ള തീരുമാനം രണ്ട് വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എങ്കിൽ ചില്ലറ കാര്യമല്ല. അതും ഒന്ന് കെ എം ഷാജിയുടെ വകുപ്പ്, അതെ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അതെ. രണ്ടാമത്തേത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വകുപ്പ്. ഈ രണ്ട് വകുപ്പുകൾ ഏകോപനം, വി ഡി സതീശൻ പറയുന്ന വകുപ്പുകളുടെ ഏകോപനം അവിടെ ഉണ്ടായിരിക്കുന്നു. ഓക്കെ, സുഗതനെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ലീഗും ഇതിനകത്ത്, അപ്പോൾ ഇതിപ്പോൾ കോസിബി ലീ സഖ്യമാണോ എന്നും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ലീഗും ഇതിനകത്ത് അറിയാതെയോ അറിഞ്ഞോ ഈ അന്തർധാരയിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് ഇവർ തമ്മിൽ പരസ്പരം ഉള്ള പഴിചാരലുകൾ, പ്രത്യക്ഷത്തിലുള്ള പഴിചാരൽ. അതെ, ഞാനിത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഈ കാശ്മീരിലെ മുഫ്തി മുഹമ്മദിൻ്റെ പുത്രിക്കും ഒമർ അബ്ദുള്ളയ്ക്കും ഒക്കെ BJP ആയിട്ട് ചേരാമെങ്കിൽ ഇവിടുത്തെ ലീഗിന് ചേരാൻ വലിയ വിഷമമൊന്നുമില്ല. അത് കാലക്രമത്തിൽ തയക്കവും പയക്കവും വരുമ്പോൾ നമ്മളങ്ങനെ കൂടും. മനസ്സിലായില്ലേ? അതൊക്കെ തന്നെയാണ് രാഷ്ട്രീയം. പക്ഷേ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് അതിനുവേണ്ടി ചരട് വലിച്ചതാരായിരിക്കും എന്നുള്ളതാണ് അങ്ങ് കരുതുന്നത്? ഇതിൻ്റെ പ്രധാന ചരട് വി രാജേഷ് തന്നെയാണ്. പക്ഷേ വി രാജേഷ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു BJP ലീഡർ, കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരു BJP ലീഡറായിരിക്കുന്നു. അദ്ദേഹത്തിന് BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ അമിത്ഷായൊക്കെ പോലും ബന്ധപ്പെടുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. അത്യാവശ്യം വന്നാൽ നരേന്ദ്രമോദിയെയും ബന്ധപ്പെടാൻ തക്ക കരുത്താർജിച്ച ഒരു ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമായി സൗത്ത് ഇന്ത്യയിലെ ഒരു BJP താരമായി അദ്ദേഹം മാറിയിരിക്കും. അത് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അവിടുന്ന് സ്ട്രാറ്റജികൾ പറഞ്ഞു കൊടുക്കും. ആ സ്ട്രാറ്റജികൾ അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് കാര്യമില്ല. അതനുസരിച്ച് പ്രവർത്തിക്കാൻ കൈയും കാലും മനസ്സും ചലിക്കുന്ന ഒരു അർജുനൻ അവിടെ വേണം. അതെ, ഈ ഇടാന്ന് പറയുമ്പോൾ ചെയ്യാനും കൊള്ളിക്കിടത്ത് കൊള്ളിക്കാനും ഒക്കെയുള്ള കൽപ്പുള്ള ഒരു അർജുനൻ വേണം. ആ അർജുനനായിട്ട് വി രാജേഷ് നിന്നു. രാജേഷിൻ്റെ കളി വിജയിച്ചു എന്നുള്ളതാണ്. ഈ കോർപ്പറേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജൂലൈ 31 വരെയാണ് സമയം. ഈ ഒരു കൗൺസിൽ കൂടുന്നതിൻ്റെ മാക്സിമം സമയം 31-ാം തീയതിക്കാവെങ്കിലും കൂടണം. ആ 31-ാം തീയതിക്കാവും കൂടണമെന്നിരിക്കെ ശ്രീകുമാർ എങ്ങനെ തിരുവനന്തപുരത്ത് വിട്ടുപോയി? എന്തായാലും ഇത് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഒരു യോഗം കൂടും. ഈ ഒരു യോഗം ആഗസ്റ്റ് 1-ന് കൂടാൻ പറ്റില്ല. അതെ, മെയ് 31. ഇതിനിടയ്ക്ക് വെച്ച് വി രാജേഷ് കുടുങ്ങി സർപ്രൈസ് ആയിപ്പോയി. വി രാജേഷ് ഒളിച്ച് കളിച്ചതാണ്. പണ്ട് സത്യപ്രതിജ്ഞ പെട്ടെന്ന് ജയിച്ച പോലെ പെട്ടെന്ന് കൊണ്ടുവന്ന് മീറ്റിംഗ് വെച്ചതാണെന്ന് നമുക്ക് പറയാം. ഇത് വി രാജേഷിന് തന്നെ അറിയാം. ഇത് പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ട് ജൂലൈ 1 മുതൽ അങ്ങനെ അവസാനത്തെ ദിവസം വരെ കൊണ്ടുപോയി. അവസാനത്തെ ദിവസം വരുമ്പോൾ എല്ലാവർക്കും അറിയാം ഇന്ന് കൂടിയേ തീരും, ഇന്ന് കൂടും. അത് മാത്രമല്ല, ഇതിനു മുമ്പ് അതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ എല്ലാ കൗൺസിലർമാർക്കും കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം അവെയറാണ്. എന്നിട്ട് പോലും മുൻ മേയർ ശ്രീകുമാർ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി എങ്ങനെ മാറിപ്പോയി? ഓക്കെ, കുറേ ചിലർ പറഞ്ഞ് അദ്ദേഹത്തിന് അസുഖമായിരുന്നു. അസുഖം അല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം CI2-ൻ്റെ ഒരു സമ്മേളനത്തിന് പാറ്റ്നയിലും കണ്ടു പോയി എന്നാണ്. അപ്പോൾ CI2-ൻ്റെ സമ്മേളനമല്ല, അദ്ദേഹം ഇനി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണെങ്കിൽ പോലും പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിന് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ഈ പ്രശ്നത്തിൽ സുഗതനെതിരെ വോട്ട് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. കാരണം പാർട്ടിയുടെ സ്റ്റാൻഡ് അതാണെങ്കിൽ, പാർട്ടിയുടെ സ്റ്റാൻഡ് അതല്ലെങ്കിൽ CI2 സമ്മേളനത്തിനോ അല്ലെങ്കിൽ ഫാമിലി ടൂറിനോ ഒക്കെ പോവാം. അല്ല, ഇതിപ്പോൾ ചിലരൊക്കെ പറയുന്നു, ഓക്കെ, ഇതിപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെയാണെങ്കിൽ
ഈ സഖ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. അതല്ല, അല്ല, ഇത് താഴെത്തട്ടിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് മേൾത്തട്ടിൽ അറിയാതെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകുമാറിന് പണി കിട്ടിയിരിക്കും. പക്ഷേ ഒരു പണി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഒരു പണിയും കിട്ടിയില്ല എന്നല്ല, ഒരു ചോദ്യം പോലും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല എന്താണ് ശ്രീകുമാർ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ മുകൾ തട്ടിൽ ഇരിക്കുന്നവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം. കാരണം ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിൽപ്പുണ്ടല്ലോ. ഇപ്പോൾ കടകംപള്ളിയും ഇദ്ദേഹവും പിന്നെ ബന്ധുക്കളാണ്. ഇദ്ദേഹത്തിൻ്റെ മകളെയാണ് കടകംപള്ളിയുടെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ കടകംപള്ളിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കിണ്ടി പോറ്റി എന്നറിയപ്പെടുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹം കടകംപള്ളിയും പിന്നെ ഒരു താരവും TV താരവും ചേർന്നൊരു വസ്തു കേസിലൊക്കെയുള്ള പ്രശ്നങ്ങൾ EDയുടെ കൈ കിടപ്പുണ്ട്. അപ്പം അവിടെ അതൊന്ന് അയക്കാനൊരു ചെറിയ സ്പാനർ ഉപയോഗിച്ചോ എന്ന് ചിലർ സംശയിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ചെറിയ സ്പാനർ വെച്ചിട്ട് രാജേഷ് ഇവിടുത്തെ വണ്ടി ഒന്ന് മുറുക്കിയോ, റോഡ് റോളർ ഒന്നുകൂടെ മുറുക്കി തിരുവനന്തപുരം കൗൺസിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങാനുള്ള പരിപാടി എടുത്തോന്നും സംശയമുണ്ട്. രണ്ട് ചെറിയ സ്പാനറുകൾ രണ്ടുപേർ ഉപയോഗിച്ചപ്പം അത് രണ്ടുപേർക്കും ഗുണമായി എന്ന് പറയുന്നവരും ഉണ്ട്. ഇതിൻ്റെയൊക്കെ അന്തർധാരകൾ പുറത്തു വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇതിന് CBI തന്നെ എൻക്വയറി ചെയ്താലും കിട്ടുമെന്ന് സംശയമാണ്. ഓരോരുത്തരുടെ താല്പര്യങ്ങൾ എങ്ങനെ. നമ്മൾ പൗണ്ട് കടവിലെ കൗൺസിലറുടെ കാര്യം അദ്ദേഹം ആദ്യം മുതലേ പ്രതിപക്ഷത്തെ നീക്കിയുള്ളൂ. എനിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കൊടുക്കാമെന്ന് BJP സമ്മതിച്ചിട്ട് പോലും നിൽക്കാതെ നിന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കൗൺസിൽ നേരെ നടക്കുക എന്നുള്ളതിൻ്റെ ധർമ്മമാണ്. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കയറാത്തത് ഒരു ബുദ്ധി പോക്കറ്റിൽ ആരോ ഇട്ട് കൊടുക്കുന്നതാണ്. ആ പോക്കറ്റിലിട്ട ബുദ്ധി നോക്കിയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നാണ് പൊതുവെയുള്ള സംസാരം. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ സുധീഷിൻ്റെ സംസാരം മുഴുവൻ മാറിയിരിക്കുന്നു. പൗണ്ട് കടവെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, BJPക്ക് അടുക്കാൻ പറ്റാത്തൊരു മണ്ഡലമാണ്, ഒരു വാർഡാണ്. ആ വാർഡിലെ കൗൺസിലർ അങ്ങനെ സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിനും കൂടെ വിരുദ്ധമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. അവിടെ BJPക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ അടുത്ത തവണ സുധീഷ് ജയിക്കുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. അപ്പോൾ ആ രാഷ്ട്രീയ ഭാവി പോലും റിസ്ക് ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കണമെങ്കിൽ തിരുവനന്തപുരം നഗരസഭയുടെ നിലനിൽപ്പാണ് പ്രശ്നം, തിരുവനന്തപുരത്തെ ജനതയുടെ പ്രശ്നം, എൻ്റെ വാർഡിലെ കൗൺസിലർമാരുടെ പ്രശ്നം, ഇവിടെ നേരെ നടന്നുകൊണ്ട് പോകണം, ദിവസവും സുഗതൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അടിയുണ്ടാക്കുന്ന രീതി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പൗണ്ട് കടവ് സുധീഷ് സംസാരിച്ചപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. പൗണ്ട് കടവിലോട്ട് തിരിച്ചു പോകണമെന്ന് സുധീഷിന് ആഗ്രഹമില്ലയോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. അല്ല, ഇത് എനിക്ക് തോന്നുന്നു ഇത് എല്ലാം ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്ത്രപരമായ നീക്കങ്ങളുടെ ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം. കുതന്ത്രപരമായ നീക്കങ്ങളുടെ തന്ത്രമല്ല, തന്ത്രവും കുതന്ത്രവും കൂട്ടിക്കുഴച്ച് അത് കൃത്യമായി പയറ്റുന്നതാണ്. തീർച്ചയായിട്ടും അതിന് ഭംഗിയായൊരു പേര് പിണറായി വിജയനാണ് ആദ്യമായിട്ട് ഇട്ടത്. അത് ഈ പേരിടുന്നതിന് എടുക്കാനാണല്ലോ, കുലംകുത്തി എന്നൊക്കെ പറയുന്ന പോലെ അതിനൊരു ഭംഗിയായ പേരിട്ടു. അതിൻ്റെ പേരാണ് അടവ് നയം. മുഖത്തേക്ക് ഓങ്ങും, അടിവയറ്റ് കയറ്റും. അടിവയറ്റിലേക്ക് ഓങ്ങും, മുഖത്തേക്ക് ചവിട്ടി തരും. ഇതാണ് അടവ് നയം. ഈ അടവ് നയം കുറേ നാളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചതിൻ്റെ ഏറ്റവും മോശമായ, ജനങ്ങൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ. ഇന്നിപ്പോൾ ശബരിനാഥിൻ്റെ അവസ്ഥ എന്നല്ല ചോദിക്കും. ശബരിനാഥ് സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പഴത്തൊലി ചവിട്ടി വീണ പോലത്തെ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ കോർപ്പറേഷൻ കൗൺസിലിനകത്ത് ഈ BJPക്കാരെല്ലാം കൂടെ പിണ്ണതയിലും കുഴമ്പിട്ടിട്ട് പോകുന്നിടത്തെല്ലാം ചർക്കി വീഴുന്ന അവസ്ഥയിലായി. എണീക്കുമ്പോഴേ തെന്നി വീഴുകയാണ് നമ്മുടെ ശബരിനാഥിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഇത്ര മോശമായിട്ട് അദ്ദേഹത്തിനെ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഒരു അവസ്ഥപ്പെടുത്തിയല്ലോ എന്നുള്ളതാണ്. മേയർ VV രാജേഷ് ആണെങ്കിൽ അധ്യക്ഷനായിരുന്നുകൊണ്ട് വളരെ ശക്തിയായിട്ട് പറയുകയാണ്, ശബരിനാഥൻ കേൾക്കൂ, നിങ്ങളുടെ UDF സർക്കാരിൻ്റെ ഓർഡർ ഇരിക്കുന്നു സുഗതനെ മാന്യനാക്കാനായിട്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും എന്നിട്ട് ശബരിനാഥൻ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പ്രേതം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ ഇപ്പോഴും കുടിയിരിപ്പുണ്ട്, അതാണ് ഈ കുഴപ്പമെന്ന്. ഒരിക്കലുമല്ല. കാരണം ഇവിടുത്തെ ചീഫ് സെക്രട്ടറി പോലും ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും അറിയാതെ അല്ലെങ്കിൽ ക്യാബിനറ്റോ അറിയാതെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളത് നമുക്ക് പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ജനീഷ് വിളിച്ചാൽ പോലും ചീഫ് സെക്രട്ടറി അവിടെ എത്തിയിരിക്കും. നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കാം, സാർ പറയൂ എന്ന് പറയും. ഇത് DGP ആയാലും ചീഫ് സെക്രട്ടറി ആയാലും ഞാൻ ഒരുപാട് പേരെ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. അവരാരും നിലവിലെ മന്ത്രിക്കെതിരായിട്ടോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരായിട്ടോ ഒന്നും ഒരു നടപടി എടുക്കില്ല, ഒരു കാര്യം ചെയ്യുകയില്ല. അപ്പോൾ പിന്നെ ഇതാര്? ചിത്ര എന്ന് പറയുന്ന ഒരു വിചിത്ര ആളവിടെ ഇരുന്നൊരു അങ്ങനെ ഒരു ഓർഡർ ഇറക്കുമോ? ഇറക്കില്ല. ഓർഡർ ഇറക്കാൻ ചിത്രയ്ക്ക് പറ്റില്ല.
അപ്പോൾ അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളി തൊലിച്ച പോലെ നോക്കിയാൽ ചിത്ര വേറെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ചിത്ര പറഞ്ഞത് എന്താണ്, നിങ്ങൾ സുഗതൻ്റെ ഒരു കത്താണ് പോലീസ് ജയിലിൽ നിന്ന് ജയിലർ ആഭ്യന്തര വകുപ്പിന് അയച്ചു കൊടുത്തു. ആഭ്യന്തര വകുപ്പ് അത് ഉപദേശത്തിനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അയച്ചു കൊടുത്തു. തദ്ദേശ വകുപ്പിലെ സർക്കുലറിൽ ഇതാണ് പറഞ്ഞത്. സർക്കുലറല്ല, അത് സുഗതനുള്ളൊരു കത്താണ്. കത്തിൽ പറഞ്ഞിരിക്കുന്നത് താങ്കളുടെ അവധി അപേക്ഷ ശരിക്കും പരിഗണിക്കേണ്ടത് ഇവിടുത്തെ കോർപ്പറേഷനാണ്. അവിടെ വോട്ടിനിട്ട് നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ലീവ് പാസ്സായി എന്നുള്ളതാണ്. അപ്പോൾ അതോടെ നിങ്ങളുടെ അയോഗ്യത ഇല്ലാതായി തീരും. ഇറ്റ്സ് ഓൺലി നോർമൽ അഡ്വൈസ്. അതെ. ഇപ്പോൾ ഒരു തടവ് പുള്ളി ചോദിക്കുകയാണ് എനിക്ക് എങ്ങനെ ജാമ്യം കിട്ടുമെന്ന് ചോദിച്ചാൽ, അതിന് നിങ്ങളിപ്പോൾ ഹൈക്കോടതി നിങ്ങളുടെ ജാമ്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഒരു അഡ്വൈസ്. ഇത് ഏത് പൊട്ടനും പറയാവുന്നൊരു അഡ്വൈസാണ്. ആ അഡ്വൈസ് മാത്രമേ ചിത്ര കൊടുത്തിട്ടുള്ളൂ. അതിന് ചിത്രയെ പണിഷ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പണിഷ് ചെയ്യാൻ പറ്റും. ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു ഇടവായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. കാരണം ഇത് 2 മന്ത്രിമാർ അങ്ങനെ നിൽക്കുമ്പോൾ ഇതിലെടുത്ത് ആ ഫയലും അതിൻ്റെ അനുബന്ധ ഫയലുകളിലും എടുത്ത സ്റ്റാൻഡ് അവിടുത്തെ അണ്ടർ സെക്രട്ടറിക്ക് അറിയാതെ ഒന്നുമില്ല. ആ അണ്ടർ സെക്രട്ടറി വെറും ക്ലർക്ക് മൂത്ത അണ്ടർ സെക്രട്ടറി അല്ല, KS കാരിയാണ്. നാളെ IAS ആകാൻ പോണ ഒരു KS കാരിയാണ് ഈ ചിത്ര. ചിത്ര അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മണ്ടത്തരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധത്തിലൊരു കുഴപ്പമോ ആയിരിക്കില്ല. വ്യക്തമായിട്ട് ആ ഫയലിനകത്ത് അവർക്കങ്ങനെ എഴുതാനുള്ള ഒരു പ്രൊവിഷൻ, അത് ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊവിഷൻ പണ്ടേ ഉണ്ട്. ഇപ്പോൾ 2025 വളരെ കടുത്ത ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോൺ IASകാർക്കും ഉത്തരവുകൾ ഇറക്കാവുന്ന വിധത്തിൽ വരെ പിണറായി വിജയൻ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ആ ഓർഡർ പ്രകാരം റിട്ടയർഡ് ഹാൻഡ്സിന് പോലും എക്സ് ഒഫീഷ്യോ സെക്രട്ടറിമാർക്ക് പോലും സർക്കാർ ഉത്തരവുകൾ ഇറക്കാം എന്ന് പറഞ്ഞ് പിണറായി വിജയൻ സർക്കാർ തന്നെ ഈ ബിസിനസ് റൂൾസ് ഓഫ് ബിസിനസ്സിലെല്ലാം മാറ്റി സെക്രട്ടേറിയറ്റ് മാനുവലിലും അതേ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും ചിത്രയെ പൂട്ടാനോ അല്ലെങ്കിൽ ആ ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയെ പൂട്ടാനോ കഴിയുമെന്ന് തോന്നുന്നില്ല. അന്വേഷണം നടത്താം, അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ രാജേഷ് വിസ്മയം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ആ വിസ്മയത്തിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം പെട്ടുപോയി. കാരണം സുഗതനെ പൂട്ടാനായിട്ട് അവരെടുത്ത ബഹളവും പ്രശ്നവും പിന്നെ കോർപ്പറേഷൻ്റെ നടയിൽ നടത്തിയ ധർണയും സമരവും തിരുവനന്തപുരം അടക്കം മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചരണവും പ്രകടനവും ഒക്കെ നടത്തിയിട്ട് അവസാനം വന്ന് മലപ്പുറം കത്തിയായി പോയല്ലോ എന്നുള്ളതാണ് കഷ്ടം. അല്ല സാർ, ഈ ഒരു വിഷയം നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെങ്കിൽ അതിൽ ഇടപെടാമല്ലോ വകുപ്പ് മന്ത്രിമാർക്ക്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇടപെടാം, അതുപോലെ തന്നെ KM ഷാജിക്കും ഇടപെടാം. 2 മന്ത്രിമാർക്കും ഇടപെട്ടുകൂടെ? അവർക്ക് ഇത്രയും വളരെ മർമ്മപ്രധാനമായ ഒരു സംഭവമല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്. ഇതിൽ ഈ ഫയലിൽ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ KM ഷാജിയുടെയും ഓർഡറുകൾ അതിനകത്ത് കാണും. ഈ കാപ്പ ചുമത്തിയ സുഗതനെ വിടാതിരിക്കുന്നതിനുള്ള ഓർഡർ, അതാണ് അവർ സൂചിപ്പിക്കുന്നത്. ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൽ ഇല്ലെങ്കിൽ പോലും അതുണ്ടാവും. അതുമാത്രമല്ല, ഈ ഫയൽ തീർച്ചയായിട്ടും ഇത് അഡീഷണൽ ചീഫ് സെക്രട്ടറി വരെയെങ്കിലും കണ്ടിരിക്കാൻ ന്യായമുണ്ട്. അല്ലാതെ ഒരു സെക്രട്ടറിക്ക് ഒരു അണ്ടർ സെക്രട്ടറിക്ക് ഇതൊരു ഓർഡർ ഇഷ്യൂ ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു വിവരക്കേട് അവർ അണ്ടർ സെക്രട്ടറി കാണിച്ച് അവരുടെ സർവീസ് തുലയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർക്ക് എന്ത് കോമ്പൻസേഷൻ കൊടുത്താലും ഈ സർവീസിനേക്കാൾ മഹത്തായ അണ്ടർ സെക്രട്ടറി ആയിരിക്കുന്ന KS കാരിയായ ഒരാൾക്ക് IAS കിട്ടാൻ പോകുന്ന ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാൾ വെറും നിസ്സാരമായ ഒരു കാരണത്താൽ അങ്ങനെ ഒരു കളിയും കളിക്കില്ല. അപ്പോൾ ഈ മൗനത്തിൽ ഒരുപാട് കഥ പറയാനുണ്ട്. ആ മൗനത്തിൻ്റെ കഥ രമേശ് ചെന്നിത്തലയെയും KM ഷാജിയെയും ഇനി വരുന്ന കാലങ്ങളിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് വേണമെങ്കിൽ വേട്ടയാടുകയും ചെയ്യാം. അല്ല സാർ, ഇത്തരത്തിൽ നമുക്ക് ആരോപണങ്ങൾ നമുക്ക് ഉന്നയിക്കാം. പക്ഷേ ഇത്തരത്തിൽ കോൺഗ്രസും BJP-യും CPM-ഉം ലീഗും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതെന്തിനു വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നു? നമുക്ക് അങ്ങനെ അങ്ങ് അവരെ അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സഖ്യത്തിൽ അവർ വന്നു, അതിൻ്റെ എന്ത് തെളിവുണ്ട് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കും. അല്ല, ഈ സംഭവം മുഴുവൻ യാദൃച്ഛികമാണ് എന്നവർ പറയാൻ ശ്രമിക്കുന്നെങ്കിൽ അതിന് ഒരു കാര്യം, ഈ സംഭവം കഴിഞ്ഞിറങ്ങുമ്പോൾ ആദ്യം തന്നെ CPM കോൺഗ്രസിനെ ആക്രമിച്ചേനെ. നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം ഒരു കത്ത് നൽകി ശബരിനാഥ് രാജിവെക്കണം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല രാജിവെക്കണം, അല്ലെങ്കിൽ KM ഷാജി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CPM മുന്നോട്ട് വന്നേനെ. എന്തുകൊണ്ടുണ്ടായില്ല? തിരിച്ച് ഇവിടെ മേയറായിരുന്ന ആൾ, പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആൾ എന്തുകൊണ്ട് ഈ നിർണായകമായ മീറ്റിങ്ങിൽ
ഇനി ജൂലൈ 30-ന് ശേഷം ഒരു മീറ്റിംഗ് ഇല്ല. ആ മീറ്റിംഗ് വരാതിരിക്കുമെന്ന് അപ്പോൾ എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ നോട്ടീസും കിട്ടും. എന്നിട്ടും ഈ നിർണായകമായ വിഷയത്തിൽ എന്തുകൊണ്ടൊന്ന് കൈപൊക്കാനായിട്ട് അദ്ദേഹം എത്തിയില്ല. ഒരു മുതിർന്ന നേതാവാണ്. ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം. പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹം എത്താത്തത് എന്തുകൊണ്ട്? അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആണ് ഇതിൻ്റെ ഉത്തരവാദിത്തം, നിങ്ങളാണ് ഇതിനകത്ത് കള്ളക്കളി കളിച്ചത് എന്ന് പറയാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. യു ഡി എഫിനുണ്ടായിരുന്നു. ഇതിനും പുറമെ പൗണ്ട് കടവ് കൗൺസിലർ സുധീഷ് എപ്പോഴും ഇവരുടെ കൂടെ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ആളാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല? അതും ഒരു ചോദ്യചിഹ്നമാകേണ്ട വിഷയമാണ്. അതെല്ലാം ഇന്നലെ വരെ സംസാരിച്ച ടോണിൽ നിന്ന്, ഇന്നലെ വരെ പൗണ്ട് കടവിലെ ജനതയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് എന്തുകൊണ്ട് സുധീഷ് അഭിപ്രായം പറഞ്ഞു എന്ന ഒരു ചോദ്യവും അവിടെ നിൽക്കും. അതായത് നമുക്കൊന്നും അറിയാത്ത എന്തൊക്കെയോ നീക്കങ്ങൾ നടന്നിരിക്കുന്നു എന്ന് സ്വാഭാവികം സംശയിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ കോസിബി എന്ന് പറഞ്ഞത്. ഇത് ചരിത്രത്തിൽ കോലീബിക്ക് ശേഷം ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഇത് ഒരു വിഴുങ്ങാനാണ് സാധ്യത. കോൺഗ്രസും വിഴുങ്ങും, CPM വിഴുങ്ങും. കാരണം വിഴുങ്ങിയില്ലെങ്കിൽ അവർ വിഴുപ്പലക്കി അവർ തന്നെ നാറും. നമുക്ക് തുടക്കം മുതൽ അറിയാമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJPക്ക് അത്ര എളുപ്പമാവില്ല. വെല്ലുവിളികൾ അടിക്കടി വന്നുകൊണ്ടേയിരിക്കും. ഏതായാലും ഇപ്പോഴത്തെ വെല്ലുവിളി അവർക്ക് അതിജീവിക്കുവാൻ സാധിച്ചു. അതിന് VV രാജേഷും കൂട്ടരും നടത്തിയ നീക്കങ്ങൾ വളരെ തന്ത്രപരമായിരുന്നു. രാഷ്ട്രീയമായി ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതും ആയിരിക്കുകയാണ്. കാരണം ഏറ്റവും സുപ്രധാനമായി അവിടെ നമുക്ക് കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് സ്വതന്ത്ര കൗൺസിലറുടെ പിന്തുണ അവർക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വരുന്ന ആളുകളിലും ഇത്തരത്തിൽ എണ്ണത്തിൻ്റെ കാര്യത്തിൽ BJPയെ പരാജയപ്പെടുത്തുവാൻ പ്രതിപക്ഷത്തിന് എളുപ്പമായിരിക്കില്ല എന്ന് ചുരുക്കം. ഏതായാലും BJP നന്ദി പറയേണ്ടത് VV രാജേഷിൻ്റെ നേതൃത്വത്തിനാണ്. അദ്ദേഹത്തിൻ്റെ വളരെ തന്ത്രപരമായ നീക്കങ്ങൾക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന ഒട്ടേറെ മികച്ച രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ഉജ്ജ്വല നേട്ടങ്ങൾ കൊയ്ത് BJPയെ നയിക്കുവാൻ പോകുന്നൊരു നേതാവായി വളർന്നുകൊണ്ടിരിക്കുകയാണ് രാജേഷ് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സഹകരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.